വടകരയിൽ അക്രമ രാഷ്ട്രീയം മുഖ്യ പ്രചാരണായുധമാക്കുന്ന യുഡിഎഫിനെ പ്രതിരോധിക്കാൻ രക്തസാക്ഷി കുടുംബ സംഗമം ഒരുക്കി എൽഡിഎഫ്. വടകര മണ്ഡലത്തിൽ കൊല ചെയ്യപ്പെട്ട സിപിഎം പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളാണ് വടകര കോട്ടപ്പറമ്പിൽ ഒത്തുചേർന്നത്. സിപിഎം പ്രതിസ്ഥാനത്ത് വന്ന രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ ഇരകളുടെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നേരത്തെ ആർഎംപിയും യുഡിഎഫും വടകരയിൽ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിനു മറുപടി എന്നോണമാണ് വിവിധ കാലങ്ങളിൽ കൊല്ലപ്പെട്ട സിപിഎം പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എൽഡിഎഫ് സംഗമം സംഘടിപ്പിച്ചത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞകാല സംഭവങ്ങളെല്ലാം പരിശോധിക്കുന്ന ഒരാൾ ആരാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അക്രമം കാണിച്ചത് എന്ന് പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരാണോ? കേരളത്തിൽ 236 സിപിഎം പ്രവർത്തകന്മാർ ആർഎസ്എസുകാരാൽ കൊല ചെയ്യപ്പെട്ടു. അവരാണ് ഇവിടെ അക്രമമെന്ന് പ്രചരിപ്പിക്കുന്നത്. 97 രക്തസാക്ഷികളുടെ കുടുംബങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. വടകരയിൽ എൽഡിഎഫ് ജയിക്കേണ്ടതിന്റെ ആവശ്യകത ഇടതു സ്ഥാനാർത്ഥി പി ജയരാജൻ വിശദീകരിച്ചു. ഇന്ത്യയിൽ പലയിടത്തും ആർഎസ്എസ് നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ ആളില്ല. അക്രമവാഴ്ചക്ക് കീഴടങ്ങുന്ന ഇന്ത്യയിലെ പല പ്രദേശങ്ങളുമാണ് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉയർത്തേണ്ടത് കോൺഗ്രസ്സാണ്. എന്തേ കോൺഗ്രസ് ചെയ്യുന്നത്? ആ സംസ്ഥാനങ്ങളിൽ അക്രമങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കി കുമ്പസാരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. പി ജയരാജനെതിരായി യുഡിഎഫ് നടത്തുന്ന പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാനാണ് എൽഡിഎഫ് തീരുമാനിച്ചിരിക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്.